വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും. വിജയ കോളേജ്, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് 1960. മായന്നൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണം വിപുലമായി ആഘോഷിക്കും. പുതിയ ക്ഷേത്ര ഉപദേശക സമിതി നേതൃത്വം വഹിക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള മായന്നൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ പുതിയ ക്ഷേത്ര ഉപദേശക സമിതിയെ ജൂൺ 4-നാണ് ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തത്. മായന്നൂർ കുറുമ്പ ഭഗവതി ക്ഷേത്ര ഉപദേശക സമിതി കഴിഞ്ഞ മാസം 4-ാം തീയതി ജനറൽ ബോഡി കൂടുകയുണ്ടായി. അന്ന് ഐക്യകണ്ഠേന 14-അംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുകയുണ്ടായി. അതിലെ പ്രസിഡന്റായി ജയപ്രകാശ്, സെക്രട്ടറിയായി സുരേഷ്, വൈസ് പ്രസിഡന്റായി ഖജാൻജിയായി നമ്മുടെ ദേവസ്വം ഓഫീസർ. അതിപ്പോൾ ദേവസ്വം ഓഫീസറാണ് ഖജാൻജി ആവേണ്ടതെന്ന് പുതിയ നിയമപ്രകാരം, ബൈലോ പ്രകാരം അങ്ങനെയാണ് വന്നിരിക്കുന്നത്. പിന്നെ വൈസ് പ്രസിഡന്റായി കൊച്ചുകുട്ടൻ, ജോയിന്റ് സെക്രട്ടറിയായി മുരളീദാസ്, ഓഡിറ്ററായി രാമദാസ്, പിന്നെ മെമ്പർമാരായി പ്രേമലത, സത്യഭാമ, ഉദയൻ, കൃഷ്ണകുമാർ, പിന്നെ ഹരീന്ദ്രനാഥ്, മുകുന്ദേട്ടൻ, പിന്നെ പ്രവീൺ, ഉദയൻ, ഉണ്ണികൃഷ്ണൻ, സുരേന്ദ്രൻ എന്നീ 14 പേരെ തിരഞ്ഞെടുക്കുകയുണ്ടായി. പുതിയ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ജൂലൈ 17-ന് വ്യാഴാഴ്ച കർക്കിടകം 1 മുതലാണ്. രാമായണ മാസത്തിന്റെ ഭാഗമായി മലയാള മാസം 1-ാം തീയതിയായ വ്യാഴാഴ്ച ജൂലൈ 17-ാം തീയതി രാവിലെ വരുന്ന ഭക്തർക്കെല്ലാം പ്രഭാത ഭക്ഷണം അമ്പലത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അതൊരു ഭക്തന്റെ സമർപ്പണമാണ്. ഒറ്റപ്പാലത്ത് പ്രവർത്തിക്കുന്ന രാജലക്ഷ്മി SM ഹാൻഡ്ലൂംസ് അവരുടെ വകയാണ്. വരുന്ന ഭക്തർക്ക് മുഴുവൻ അവരുടെ സമർപ്പണമായിട്ടാണ് അന്ന് പ്രഭാത ഭക്ഷണം ഇവിടെ ഒരുക്കിയിരിക്കുന്ന. അമ്പലം അഗ്രശാലയിലാണ്. അതോടൊപ്പം തന്നെ ചതുശത പായസം എല്ലാ വർഷവും കർക്കിടക മാസം 1-ാം തീയതി മായന്നൂർക്കാവിൽ ചതുശത പായസം നടത്തി വരാറുണ്ട്. അത് ചെയ്യുന്നത് ഡോക്ടർ അരുൺ രാജരാജ വിലാസ് മായന്നൂരാണ്. അദ്ദേഹത്തിൻ്റെ സമർപ്പണമാണ്. വരുന്ന ഭക്തർക്ക് എല്ലാവർക്കും എത്താവുന്ന രീതിയിൽ വിപുലമായ തോതിൽ ചതുശത പായസം അമ്പലത്തിൽ ഉണ്ട്. അത് ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിലാണ് ചതുശത പായസം ഒരുക്കുന്നത്. കർക്കിടകം 1-ന് രാവിലെ ക്ഷേത്രത്തിൽ ഭക്തർക്കായി പ്രഭാത ഭക്ഷണം അമ്പലം അഗ്രശാലയിൽ ഒരുക്കിയിട്ടുണ്ട്. ഒരു ഭക്തനാണ് പ്രഭാത ഭക്ഷണം ഏവർക്കുമായി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. കൂടാതെ എല്ലാ വർഷവും ദർശനത്തിനെത്തുന്നവർക്കായി ചതുശയ പായസവും സ്പോൺസർഷിപ്പിൽ ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്നതായി അറിയിപ്പും പുതിയ ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ നൽകിയിരിക്കുകയാണ്. അതിനുശേഷം ഉച്ചഭക്ഷണം അതിവിപുലമായ രീതിയിൽ ഒരുക്കുന്നുണ്ട്. കർക്കിടകം 1 മുതൽ അവസാനിക്കുന്ന ദിവസം വരെയും രാമായണ പാരായണവും ക്ഷേത്രത്തിൽ നടക്കും. ചുറ്റുമതിൽ വിഷയത്തിലും ജീർണാവസ്ഥയിലുള്ള ആൽമരം മുറിച്ചുമാറ്റൽ തുടങ്ങിയവയും ക്ഷേത്ര ഉപദേശക സമിതിയുടെ ചുമതലയിൽ ആണെന്നും അത് ഭക്തജനങ്ങളുടെ സഹായ സഹകരണത്തോടുകൂടി പൂർത്തിയാകുമെന്നും പുതിയ ഉപദേശക സമിതി ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി സുരേഷ് കണ്ടൻചിറ സംസാരിക്കുന്നു. കൂടാതെ പ്രസിഡന്റ് PK ജയപ്രകാശ്, കോമരം എന്നിവരും മായന്നൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക മാസം 1 മുതൽ നടത്തുന്ന ചടങ്ങുകളെക്കുറിച്ച് വിശദമാക്കി. കർക്കിടക മാസം 1-ാം തീയതി ക്ഷേത്രത്തിൽ മായന്നൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ചതുശതം എന്ന ഒരു പരിപാടി എല്ലാ വർഷങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് ഈ പ്രാവശ്യവും അതിഗംഭീരമായി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് രാമായണം മാസമായതിനാൽ രാമായണം വായനയുമുണ്ട്. എല്ലാ ദേശത്തുള്ള എല്ലാ ഭക്തന്മാരുടെയും സാന്നിധ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ നീക്കിക്കൊണ്ടുപോവുകയാണ്. എല്ലാ ഭക്തരും പങ്കുകൊള്ളുകയും വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യാനും ഞാൻ അഭ്യർത്ഥിക്കുന്നു. CCV ന്യൂസ്, കൊണ്ടാഴി.